ഇവിടെ വന്നിട്ടൊന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്തു. രാവിലെ വരിക, രാവിലെ ഒരു പുലർച്ചെ സുബൈ നമസ്കരിച്ചിട്ട് പള്ളിക്കുന്നിട്ട് വന്നാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ എന്തൊരു സുഖമെന്നറിയാം. ഇത് നോക്കിയേ, നല്ല വ്യൂ പോയിൻ്റാണ് ഇവിടെ. നിങ്ങളിവിടെ വന്നിരുന്നോളിയൊക്കെ ഉണ്ട്. വലിയ രാവിലത്തെ ഓക്സിജൻ ഇവിടെ നിന്ന് കിട്ടും. ഞാൻ ഇവിടെ ഇപ്പോൾ സുബൈ നിസ്കരിച്ചിട്ട് വന്ന് ഇരിക്കണോ ഞാനാ ഇങ്ങനെ ഇരിക്കുക. നോക്കിയാ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കിയാൽ നല്ല വ്യൂ പോയിന്റ് നോക്കിയാൽ. നമ്മുടെ സ്ഥലത്ത് തന്നെ നമുക്ക് എൻജോയ് ഉള്ള സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ രാവിലെ ഇങ്ങനെ ഇവിടേക്കൊക്കെ കയറിയിട്ട് ഈ കുന്നും മലയും കയറുക. നിങ്ങൾ എല്ലാ സ്ഥലത്തും കുന്നും മലയും കയറാൻ പോട്ടെ, നമ്മുടെ ഈ സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ കുന്നും മലയൊക്കെ കയറിയിട്ട് നിൽക്കും. ഇവിടെ ഇങ്ങനെ പരമാവധി ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് ഭാവിയിൽ നമ്മുടെ തലമുറക്കും നമുക്കൊക്കെ എന്ത് ചെയ്യും, ഓരോരുത്തർ എന്തെങ്കിലും പറ്റിയൊരു റിസോർട്ട് കെട്ടുക, എന്തെങ്കിലുമൊക്കെ പബ്ലിസിറ്റി ചെയ്താൽ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം. ഇപ്പോൾ റോഡൊക്കെ കണ്ടില്ല നിങ്ങൾ, വിഷ്ണു റോഡ്, അടിപൊളി റോഡ്. ഇങ്ങോട്ട് നേരെ വരുന്നത് ആ റോഡാണ്, അടിപൊളി റോഡ്. ഇവിടുത്തെ ജനങ്ങളാണ് ഇവിടുത്തെ വികസനത്തിൻ്റെ ആൾക്കാർ. എല്ലാവരും പങ്കുചേരുക പഞ്ചായത്തിനോട് കൂടെ. ഞങ്ങൾ തരാം, ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുക, ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്യുക എന്നിവിടെയുള്ള ജനങ്ങളാണ് പറയണത്. അപ്പോൾ ആ ജനങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും വന്ന് ബിസിനസ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. നിങ്ങളിവിടെ എന്തെങ്കിലും ഒരു ബിൽഡിങ് കയറ്റി, അല്ലെങ്കിൽ നിങ്ങളിവിടെ എന്തെങ്കിലും ടൂറിസം കൊണ്ടുവരും. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനോട് നമ്മുടെ നാട്ടുകാരും നമ്മുടെ ഗ്രാമപഞ്ചായത്തൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ MLA ഒക്കെ നമ്മുടെ പ്രിയങ്കരനായ MLA ആണ് ഇപ്പോൾ. MLA എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ നിൽക്കും. അപ്പോൾ ആ MLAയോടൊക്കെ പറഞ്ഞാൽ നമുക്ക് ടൂറിസം മേഖല ഇവിടെ കൊണ്ടുവരാൻ നോക്കണം. ആ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ഇവിടെ ടൂറിസം കൊണ്ടുവരണം. ഇവിടെ ടൂറിസം കൊടുത്താൽ കുറേ പബ്ലിക് ആൾക്കാർ വരും. അപ്പോൾ നമുക്ക് തന്നെ ഡെവലപ്മെൻ്റ് ആവും, ഈ മേഖല മൊത്തം ഡെവലപ്മെൻ്റ് ആവും. അപ്പോൾ എൻജോയ് ദ ലൈഫ്, ബി കെയർഫുൾ.